എത്ര ചങ്ങലയാൽ ബന്ധിച്ചിരിക്കുന്നത്? അവർ 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. മാനുഷികമായി ഒരു തരത്തിൽ ആർക്കും അവനെ അഴിച്ചോണ്ട് പോകുവാൻ കഴിയാത്ത തരത്തിൽ അവന് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി ആനയുടെ പുറത്തൊക്കെ ഇട്ടിരിക്കുന്നത് പോലത്തെ ചങ്ങലകളാണ്. സാധാരണ പട്ടിയം കൂട്ടുന്നത് തുടരല്ല. ഒരു മനുഷ്യനെ വളരെ ആയാസപ്പെട്ടാൽ മാത്രമേ അങ്ങനെയുള്ള അവനെ ബന്ധിച്ചിരിക്കുന്ന ആ ചങ്ങലകൾ നോക്കാൻ കഴിയത്തുള്ളൂ. അത്രമാത്രം വെയിറ്റുള്ള ചങ്ങലകളാണ്, അത്രമാത്രം വെയിറ്റുള്ള ചങ്ങലകൾ. അതുപോലത്തെ 2 ചങ്ങലകളാൽ അവനെ ബന്ധിച്ചിട്ട് 2 പടയാളികളുടെ നടുവിൽ പത്രോസ് കിടക്കുകയും ആ വിശ്വാസം ആർക്കും അവനെ അടിച്ചോണ്ട് പോകുവാൻ, ഒരു ശക്തിക്കും അവനെ അടിച്ചോണ്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ വളരെ ബന്ധവസോടെ അവനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ അപ്രകാരമുള്ള സന്ദർഭത്തില് സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവൻ അതിലെ ഒരു വാക്യം ഇങ്ങനെയാണ്. ആ വിശ്വാസം അതിന്റെ 18ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നത്, നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമമുണ്ടായി. രാത്രിയിൽ ബന്ധിക്കപ്പെട്ടവനായി പത്രോസ് കിടന്നു. പത്രോസ് ഉറങ്ങിയെന്നാ പറയുന്നത്. കാവൽക്കാർക്ക് എന്തായാലും ഉറങ്ങാൻ പറ്റത്തില്ല. കാവൽക്കാർ 2 പടയാളികൾക്ക് ഉറങ്ങാൻ പറ്റുകയില്ല. കാവൽക്കാർ ഉറങ്ങാനുള്ളവരല്ലല്ലോ. അവർ കാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കാവൽ കണ്ണൊക്കെ നല്ല സുന്ദരമായി ഉറങ്ങും. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആനുസ്വാത്രം അവന്റെ കണ്ണ് അടഞ്ഞു വന്നാൽ പോലും കൊടില് വെച്ച് ആ ബോളെ അടയാളം പിടിച്ചു വെച്ചേക്കുക. കാരണം അവന്റെ ഡ്യൂട്ടി സമയത്ത് ഉറങ്ങിയതായിട്ട് കണ്ട് പിടിക്കപ്പെട്ട ചിലപ്പോ കഴിഞ്ഞു സ്ഥലവും. അതുകൊണ്ട് അവൻ ഉറക്കമില്ലാതെ കാവൽക്കാര് വളരെ ജാഗ്രതയായി അവര് ആ വിശ്വാസം കാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പത്രോസ് ഉറങ്ങുകയാണ്. അവൻ പത്രോസ് കിടന്നുറങ്ങുന്നു. കാവൽക്കാര് പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി 2 കാവൽക്കാരുടെ നടുക്ക് അവൻ കിടന്നുകൊണ്ട് ഉറങ്ങുകയാണ്. അങ്ങനത്തെ സന്ദർഭത്തിൽ ഒരു ഭാഗത്ത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ശ്രദ്ധയോടെ ഇരുന്ന ഈ കാവൽക്കാർ രാവിലെ നോക്കിയപ്പോ പത്രോസിന്റെ പൊടി പോലും അവിടെ ഉണ്ടോ? ആ വിശ്വാസ കാവൽക്കാര് എന്താ പറഞ്ഞത് അവിടെ വായിക്കുന്നത്? നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമമുണ്ടായി. ഈ ഭയങ്കരമായ ബന്ധനം ബന്ധിച്ചിട്ടുണ്ട് പത്രോസ്. അങ്ങനെ അവിടെ ഓടി വായിക്കുന്ന 1, 2, 3 വാതിലൊക്കെ തുറന്നെന്നാ പറയുന്നത്. അങ്ങനെ അവർ എവിടെ പോയി എന്നറിയാതെ അവര് പരിഭ്രമിച്ചു. അടുത്ത് പറയുന്നത് എന്താ? ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ചു അവരെ കൊല്ലുക. ഹെരോദാവ് പത്രോസിനെ അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ആ ദേശം മുഴുവൻ ഇളക്കി അവൻ അന്വേഷിക്കാനായിട്ടിടയായി. അവിടെ മുഴുവൻ പരസ്യം ചെയ്തു. ഹെരോദാവിന്റെ ഭരണത്തിന്റെ കീഴിലുള്ള അവന് സ്വാധീനമുള്ളിടത്തെല്ലാം അവൻ നിമിഷ നേരം കൊണ്ട് പരസ്യം ചെയ്തു. ഇങ്ങനെ ഓരോരുത്തർ ഇവിടുന്ന് പോയിട്ടുണ്ട്. എങ്ങനെ പോയി? കേട്ടവർ കൽപ്പന. പടയാളികള് ചെറുതും വലുതുമായ റാങ്കികളിൽ ചെറുതും വലുതുമായ പ്രായത്തിൽ വ്യത്യാസമുള്ള ഒത്തിരി പടയാളികളുണ്ട്, 1000കണക്കിനുണ്ട്. പക്ഷെ അവരുടെ ആരുടെയും ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനൊരു ചരിത്രം സംഭവിച്ചിട്ടില്ല. ഭരണം നടത്തി ഒരുപാട് പേരെ പിടിച്ചു കെട്ടിട്ടുണ്ട്, ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, ഒരുപാട് പേരെ കാരാഗ്രഹത്തിലിട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഇങ്ങനെ വന്ന് രക്ഷപ്പെട്ട ചരിത്രം ഹെരോദാവിന്റെ ഓർമ്മയിൽ അവൻ
അന്വേഷിക്കാവുന്ന ഇടത്തെല്ലാം അവൻ അന്വേഷിച്ചു. പക്ഷെ പത്രോസിന്റെ പൊടി പോലും കണ്ടില്ല. ദേശം അത്ഭുതപ്പെടാനായി കേട്ടവർ അത്ഭുതപ്പെടുക. പത്രോസ് എവിടെ പോകും? പത്രോസ് പോയി എന്നുള്ളതാണ്. സഭാസനത്തോടെ അടുത്ത പകൽക്കാലം ജനം എഴുന്നേറ്റപ്പോൾ ഒരത്ഭുത വാർത്ത ദേശത്ത് വിളംബരം ചെയ്യും. ഒരു രാത്രിയിൽ സഭാസനത്തോടെ പ്രാർത്ഥിച്ചു. അടുത്ത പകൽക്കാലം ദൈവമക്കളോ അല്ലാത്തവരോ എല്ലാം എഴുന്നേറ്റപ്പോൾ പലരുടെയും വീടുകളിൽ ചെന്ന് ഭടന്മാര് മുട്ടി വിളിക്കുക, ഉറങ്ങിയവരെ മുട്ടി വിളിക്കുക, മുട്ടി വിളിച്ചിട്ട് ചോദിക്കുക, പത്രോസിനെ കണ്ടോ? അവര് ചാര പത്രോസ് ഇന്നലെ കാരാഗ്രഹത്തിൽ കിടന്നവരാ, 2 തകിടിയാൽ ബന്ധിക്കപ്പെട്ടവരായിട്ടിരുന്ന 2 മലയാളികളുടെ നടുവിൽ കിടന്നവരാ. പക്ഷെ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ കണ്ടില്ല. വീടുതോറും നടന്ന് ഓരോരുത്തരെയും ഉറങ്ങിക്കിടന്നവരുടെ വീടുകളിലൊക്കെ തട്ടി ഉണർത്തി അവരോട് ചോദിക്കുക, ഗുഡ് മോർണിംഗ് പറയുന്നത് വരും അവരോട് ചോദിക്കുക, പത്രോസിനോട് മേഡം വന്നോ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായി പത്രോസ് രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെട്ടു? സ്വന്തം കഴിവുകൊണ്ട് ജനം പ്രാർത്ഥിച്ചു, ദൈവാത്മാവ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ നാളെ നീ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചു. നാളെ നേരം വെളുക്കുമ്പോൾ അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കും. അത് ചെയ്ത ദൈവത്തിന്റെ ചെയ്യുവാൻ വിശ്വസനായ ദൈവം. നീ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന പറയുമ്പോൾ നീ പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട്. ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. രാത്രികാലം നാം ചില വിഷയങ്ങൾക്ക് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ നാളെ അതിന്റെ മേൽ ഒരു അത്ഭുത വാർത്ത കേൾക്കുവാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വന്തം ദൈവാത്ഭുതം പ്രവർത്തിച്ചു. പൗലോസ്, ശീലാസ് അവരെ കുറിച്ച് പറയുന്നത് അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ച ദൈവത്തെ അവരെ പാടി സ്തുതിക്കാൻ പ്രാർത്ഥിക്കുകയും പാടി സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ ആദിസ്തോത്രം അവരുടെ ജീവിതത്തിലൊക്കെ വലിയ അത്ഭുതങ്ങൾ നടക്കാനായിട്ട് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളൊക്കെ കുലുങ്ങി എന്നാണ് പറയുന്നത്. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങിയിട്ടില്ല, അതിനെക്കാട്ടി വലിയ അത്ഭുതം നടന്നതാണ്. ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത കാരാഗ്രഹ പ്രമാണി ബ്രിഗേഡിയർ കുടുംബമായി രക്ഷപ്പെടാനായി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ, അത്ഭുതത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ എന്റെ ദൈവം ഇന്ന് പ്രവർത്തിക്കാൻ വിശ്വസ്തനാണ്, ശക്തനാണ് എന്ന് വിശ്വസിച്ചു. അത്ഭുതം പ്രവർത്തിച്ചു. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതിൽ അത്ഭുതം നടക്കും. എന്തുകൊണ്ട് അത്ഭുതം നടക്കുന്നത്? നമ്മുടെ കഴിവുകൊണ്ടല്ല. നേരത്തെ പ്രാർത്ഥിച്ച പറഞ്ഞ മോശ എന്താ പറയുന്നത്? നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ആവർത്തന പുസ്തകം 4-ാമത്തെ 7-ാമത്തെ വാക്യമാണ്. ആവശ്യം വായിച്ചു നോക്കിയാൽ എന്താ വെറുതെയാണ്, കള്ളമാണ് പറയുന്നത്. ആവർത്തന പുസ്തകം 4-ാമത്തെ 7-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ദാസനായ മോശ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ അവൻ നമ്മിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്നെന്ന് പറയുന്നത്. വായിച്ചു. അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവമിത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതികളെ അതുകൊണ്ടാണ് അത്ഭുതം നടക്കുന്നത്. രാത്രിയിൽ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അവൻ നമ്മുടെ അടുക്കിലേക്ക് വന്നിട്ടുള്ളതുകൊണ്ട് നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്ന ദൈവം രാത്രി നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മുടെ ചെറുതുമായ വിഷയങ്ങളിൽ ഈ രാത്രിയിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്, ശക്തനായ ദൈവമാണ്.
ആമേൻ. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വിശ്വസിച്ചു.